ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ അരിപ്പത്തിരി ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. സാധാരണ അരിപ്പത്തിരി ഉണ്ടാക്കാൻ വെള്ളം ചൂടാക്കിയും മാവ് കുഴയ്ക്കും കുറേ പണിയില്ലേ. അതൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. ഇത് വറുത്ത അരിപ്പൊടിയൊന്നും അല്ല കേട്ടോ. ഈ അരിപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഇനി 250 ml അതേ കപ്പിൽ തന്നെ 2 കപ്പ് ചോറാണ് എടുക്കുന്നത്. ഏത് ചോറായാലും പ്രശ്നമില്ല. നമ്മൾ ബാക്കി വന്ന ചോറില്ല അത് 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മിക്സി ജാറിലേക്ക് ഉള്ളൊരു പകുതി ഭാഗം ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, കുറേച്ചായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇത് അരക്കുന്നതല്ല കേട്ടോ, നമ്മൾ പൾസ് ചെയ്തെടുക്കുന്നതാണ്. 3-4 പ്രാവശ്യമായിട്ട് ഇത് പൾസ് ചെയ്തെടുത്താൽ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും. ഇത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് നേരെ ബോൾസ് ആക്കി എടുക്കാം. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. എനിക്കിത് ഒരു കപ്പിൽ 13 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കാം. സാധാരണ പത്തിരി ചുടുന്ന പോലെ തന്നെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. പ്രസ്സിൽ വെച്ചിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പത്തിരി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ വെള്ളം ഒഴിക്കാത്ത ഒരു കുറവും കാണുന്നില്ല. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടി ചുട്ടെടുക്കാം. എനിക്കിവിടെ 13 പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ മടി പിടിച്ച ദിവസമെല്ലാം വെള്ളം ചൂടാക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ട, കുഴയ്ക്കുകയൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇത് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം. ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നല്ല പോലെ പൊങ്ങി വന്നുകൊണ്ട് നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസും വ്ളോഗ്സുമായി വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.